അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നമുക്ക് നല്ല ഭാര്യമാരെ വേണോ, നമുക്ക് നല്ല ഭർത്താക്കന്മാരെ വേണോ, നമുക്ക് നല്ല ഇണകളെ വേണോ, നമ്മൾ നന്നാവുക. തൊയ്യിബായവർക്ക് അല്ലാഹു തൊയ്യിബത്തായ പെണ്ണുങ്ങളെ കൊടുക്കും. തൊയ്യിബത്തായവർക്ക് തൊയ്യിബായി, ഖബീസാണെങ്കിൽ ഖബീസത്ത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഅദയാണ്, അത് തെറ്റൂല. അതുകൊണ്ട് നമ്മുടെ ജീവിതം എത്രത്തോളം പരിശുദ്ധമാക്കുന്നോ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനനുസരിച്ച പ്രതിഫലം നമുക്ക് നൽകും. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തെ മനുഷ്യവർഗത്തിന്റെ സൃഷ്ടിപ്പ് ആദം നബി അലൈഹിസ്സലാമിലൂടെ ആരംഭിച്ചു. മറ്റെല്ലാ സൃഷ്ടികളെക്കാളും മനുഷ്യവർഗത്തിന് ആദമിന്റെ സന്തതികളെ പ്രത്യേകം ഇക്റാം ചെയ്യുകയും ചെയ്തു. ആ മനുഷ്യവർഗത്തിന് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയും ചെയ്തു. അതാണ് ഇബാദത്ത്, നമ്മെ എന്തിനാണ് സൃഷ്ടിച്ചത്, ആ ലക്ഷ്യം എന്നുള്ളത്. എന്നിട്ട് ആ മനുഷ്യ ജീവിതം ആരംഭിക്കുന്ന ചരിത്രം നമുക്കറിയാം. അവിടെ ആദം നബി അലൈഹിസ്സലാമിന് കൂട്ടായിട്ട്, ആദം നബി അലൈഹിസ്സലാം ഒറ്റയ്ക്ക് എന്ന അവസ്ഥയിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിനൊരു ഇണയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തു. മനുഷ്യന്റെ ഒരു അടിസ്ഥാന ആവശ്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഒരു ഇണ അഥവാ വിവാഹം എന്നുള്ള കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തമായിക്കൊണ്ട് തന്നെ ആ കാര്യത്തെ പറയുകയും ചെയ്തു. വളരെ അത്ഭുതമാണ് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാം സൃഷ്ടിക്കുന്നു, അതിൽ നിന്ന് ഇണയെ സൃഷ്ടിക്കുന്നു, അതിൽ നിന്ന് ധാരാളം ബാക്കിയുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നു. ആ ഒരു രീതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചു. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, യാ അയ്യുഹന്നാസ് തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബഥ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങളെ ഒരാണിൽ നിന്ന് സൃഷ്ടിച്ച് പെണ്ണിൽ നിന്ന് അങ്ങനെ ഒരുപാട് ആണും പെണ്ണുമായ ഒരുപാട് ആളുകൾ വീണ്ടും ഒരു നഫ്സിൽ നിന്ന് സൃഷ്ടിച്ച് അതിൽ നിന്ന് ഉണ്ടാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കാം. നാം പറഞ്ഞു വരുന്ന വിഷയം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, മനുഷ്യന്റെ ജീവിതത്തിൽ സാധാരണയായിട്ട് അതിന് മതമെന്നോ അല്ലെങ്കിൽ ഏതിന് ജാതിയെന്നോ എല്ലാം അതിന്റെ എല്ലാം പരിധിക്കപ്പുറത്ത് തന്നെ ഉള്ള ഒരു പൊതു നിയമമാണ് വിവാഹം എന്നുള്ളത്. അതായത് ഒരു പുരുഷനും സ്ത്രീയും ഏതൊരു വിശ്വാസത്തിന്റെ ആൾക്കാരാണോ, അതായത് നാം മുസ്ലിമീങ്ങൾ ഇസ്ലാമിനകത്ത് അല്ലാതെയുള്ളവരും അവർ വിവാഹം കഴിക്കുന്നു. അവരെ നമ്മൾ വ്യഭിചാരികളായിട്ടോ കാണുന്നില്ല. മുസ്ലിങ്ങളല്ല എന്നുള്ളത് കൊണ്ട് ഒരു അന്യമതസ്ഥര് ഭാര്യയും ഭർത്താവിനെ അവർ വ്യഭിചരിക്കുന്നവരാണ് എന്ന് കണ്ണിൽ നമ്മൾ കാണുന്നില്ല. അതൊരു ആചാരപ്രകാരം ആ ഒരു ജീവിതം ആരംഭിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാം ഇന്ന് ആരംഭിക്കുന്ന ഒരു വിഷയം എന്നുള്ളത് പലപ്പോഴും ദാമ്പത്യ ജീവിതം എന്നുള്ള ഒരു കാര്യത്തിലേക്ക്, ഒരുപക്ഷെ ഈ സംസാരം കേൾക്കുന്നവർ വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷം ജീവിക്കുന്നവരുണ്ടാകാം, വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചായവരുണ്ടാകാം, വിവാഹം കഴിക്കാത്തവരുണ്ടാകാം, അതിന്റെ പ്രായമെത്തിയവരുണ്ടാകാം, പലരും ഉണ്ടാകാം. പലർക്കും വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെ പ്രായത്തിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്റെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച്, എന്താണ് ദാമ്പത്യ ജീവിതം,
ജീവിതത്തിന്റെ വലിയൊരു ഭാഗം തന്നെയാണത്. അതിനെക്കുറിച്ച് ഇസ്ലാമികമായിട്ടും അതല്ലാതെ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചുമുള്ള ഒരു പഠനമാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഇത് പഠിക്കണമെന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാർ, അള്ളാഹുവിനെ അനുസരിച്ച് പ്രവാചകനെ പിൻപറ്റി ജീവിക്കുന്നവർ, അതല്ലാതെ ദീനിന് വലിയ പ്രാധാന്യം നൽകുക, എങ്ങനെയുള്ള ഏതൊക്കെ ദമ്പതിമാരുണ്ടായാലും പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾ, അവരുടെ ഇടയിൽ എന്തുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു? പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാതെയും പരസ്പരം അകൽച്ചകൾ ഉണ്ടായിട്ടും പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും എന്തുകൊണ്ട്? അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയം മുഅ്മിനീങ്ങൾക്ക് നസീഹത്തായിട്ട് പറഞ്ഞു കൊടുക്കണമെന്നുള്ള വ്യക്തിപരമായ ഒരു ആഗ്രഹം, അത് എന്താണ് അവലംബിക്കേണ്ടത് എന്നുള്ള ഒരു അന്വേഷണത്തിനിടയിൽ ലഭിച്ച ഒരു റിസാല, ഷെയ്ഖ് എന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ ഹമദ് ഹഫളഹുല്ലാ, അദ്ദേഹത്തിന്റെ 2 റിസാലകൾ, മിൻ അഖ്താഇൽ അസ്വാജ് വ മിൻ അഖ്താഇസ് സൗജാത്ത്, ഭർത്താക്കന്മാരുടെ അബദ്ധങ്ങളിൽ നിന്ന് എന്നുള്ള ഒരു റിസാല. അതിൽ 32ഓളം കാര്യങ്ങൾ എണ്ണി പറഞ്ഞ് ഭർത്താക്കന്മാർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ, ദീനിയായിട്ടും അല്ലാതെ സാമൂഹികമായിട്ടുള്ള നിലക്കും, അതുപോലെ തന്നെ ഭാര്യമാരുടെയും സ്ത്രീകളുടെയും, അതും ഒരു 28ഓളം എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ആളുകൾക്ക്, പ്രത്യേകിച്ച് എന്റെ ഈ സംസാരത്തിന്റെ പ്രധാന ലക്ഷ്യം വിവാഹത്തിലേക്ക് കടക്കുന്ന, അള്ളാഹുവിനെ അനുസരിച്ച് സലഫി മൻഹജ് അനുസരിച്ച് ജീവിക്കാൻ, അള്ളാഹുവിനെ നാളെ പരലോകത്ത് കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് അവരുടെ ജീവിതത്തിൽ എന്തായിരിക്കണം എന്റെ കുടുംബജീവിതം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ നൽകുക എന്നുള്ളതാണ്. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ ഇത് പൂർത്തീകരിക്കാൻ. എന്നിരുന്നാലും ഒരു ആമുഖം എന്ന നിലക്ക് വിവാഹം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആയത്തായിട്ട്, അവന്റെ ദൃഷ്ടാന്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നതാണ്. നമുക്കറിയാം, സൂറത്ത് റൂമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി തരികയും ആ നിങ്ങൾക്കിടയിൽ അള്ളാഹു തആല മവദ്ദത്തും റഹ്മത്തും, മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ഏറ്റവും പരിശുദ്ധമായൊരു രൂപം മവദ്ദത്ത്, അതുപോലെ റഹ്മത്ത് കാരുണ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിടയിൽ ഒരുക്കി തരുന്നു. ഇത് ചിന്തിക്കുന്നവർക്ക് ഒരു ദൃഷ്ടാന്തമാണ് എന്നുള്ള നിലയ്ക്ക്. അപ്പോ ജീവിതത്തിലെ വളരെയധികം ആസ്വാദകരമായതും അതുപോലെ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു കാര്യവുമാണ് വിവാഹം എന്നുള്ളത്. പക്ഷെ പലപ്പോഴും തന്റെ വിവാഹ ജീവിതം ഒരു തോൽവിയായി എന്നുള്ളത് കൊണ്ട് അധികം ആളുകളും മറ്റുള്ളവരോട് വിവാഹത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്, അത് വലിയൊരു ഭാരമാണ്, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പ്രശ്നമാണ് എന്നുള്ള നിലയ്ക്കാണ് പലരും പറയാറുള്ളത്. കാരണം അവരുടെ അനുഭവം മാത്രമാണ്, അവരുടെ അനുഭവമാണ് അതങ്ങനെ. അതുകൊണ്ട് വ്യക്തമായി വിവാഹം കഴിക്കുന്നവർക്ക് ഓരോരുത്തർക്കും എന്താണ് വിവാഹം, എന്തിനാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്, വിവാഹം കൊണ്ട് എനിക്കുള്ള നേട്ടങ്ങൾ എന്താണ്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് യുവാക്കൾക്ക് അതവർ ചിന്തിച്ച് മനസ്സിലായി ഒരു തയ്യാറെടുപ്പോടുകൂടി നടന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുവിധം ഒരു പരിധിവരെ കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വിവാഹം എന്നുള്ളതിന്റെ അടിസ്ഥാന ലക്ഷ്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുപോലെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ, പുരുഷന് ഉണ്ടാകുന്ന ഒരു ഇസ്ലാമികമായിട്ട് പുരുഷനുണ്ടാകുന്ന ലൈംഗിക വികാരം അത് ഹലാലായ മാർഗത്തിൽ അത് ഉപയോഗിക്കാൻ, അത് തീർക്കാനുള്ള മാർഗം, ഇതാണ് വിവാഹത്തെ കുറിച്ച് സാധാരണഗതിയിലുള്ള നമ്മുടെ ധാരണ. ഉലമാക്കൾ, ഫുഖഹാക്കൾ വിവാഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് 2 അഭിപ്രായത്തിലായിരിക്കുന്നത് കാണാൻ പറ്റും. 2 അഭിപ്രായം വലിയ വ്യത്യാസമൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ അഭിപ്രായം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിന്റെ, മനുഷ്യന്റെ വംശപരമ്പര, മനുഷ്യന്റെ സൃഷ്ടിപ്പ് ലോകാവസാനം വരെ ഉണ്ടാവാൻ ഒരുക്കിയിട്ടുള്ള മാർഗമാണ് സ്ത്രീ പുരുഷ ബന്ധം എന്നുള്ളത്. അപ്പൊ അതാണ്, അതായത് പ്രത്യുൽപാദനമാണ് വിവാഹത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് ഭൂരിപക്ഷ ആളുകൾ, ഫുഖഹാക്കൾക്കിടയിൽ ചെറിയൊരു ചർച്ച മാത്രം. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ലൈംഗിക ആഗ്രഹം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് എന്നുള്ളത്.
ഇതിന് ഈ പ്രത്യുൽപാദനമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറയുന്ന കാര്യം, ഒരു പുരുഷന് സ്ത്രീയുടെ മേലെയും അല്ലെങ്കിൽ തിരിച്ചും ഈ ആഗ്രഹം വെച്ചിരിക്കുന്നത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയിട്ടാണ്? അവര് തമ്മിൽ ഒരുമിക്കാനും മനുഷ്യവംശം നിലനിർത്തി പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അടിസ്ഥാന ലക്ഷ്യം കുട്ടികൾ ഉണ്ടാവുക അല്ലെങ്കിൽ മനുഷ്യരുടെ വംശം വർദ്ധിക്കുക എന്നുള്ളതാണ് എന്ന് ഉലമാക്കൾ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി വിവാഹത്തിലേക്ക് കടക്കും. നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് മിൻ അഖ്താഇൽ അസ്വാജ് എന്നുള്ള ബാബാണ്, അതായത് ഭർത്താക്കന്മാരുടെ അബദ്ധങ്ങൾ. ഇൻഷാ അല്ലാഹ് അതിനുശേഷം ഭാര്യമാരെ കുറിച്ച്. ഇന്നൊരു ദിവസം കൊണ്ട് ഇത് അവസാനിക്കൂല, നമുക്ക് എത്ര അള്ളാഹ് ഉദ്ദേശിച്ച അത്ര നമുക്ക് എടുത്ത് നമുക്ക് തീർക്കാമെന്ന് വിചാരിക്കുന്നു പറഞ്ഞത്. അപ്പൊ ആദ്യം ഭർത്താക്കന്മാരുടെ വിഷയത്തിൽ ആ ഒരു ചിന്ത പറയാണ്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാഹം എന്ന് ചിന്തിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അവരുടെ പ്രായത്തിൽ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു യുവാവാണെങ്കിൽ അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ചിന്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തനിക്കുണ്ടാവുന്ന ലൈംഗിക വികാരം, ഇച്ഛ, ഷഹ്വത്ത് അത് ഹലാലായ ഒരു മാർഗത്തിൽ അവസാനിപ്പിക്കണം. ഇതായിരിക്കും പ്രധാനം അവരുടെ ചിന്ത. മറ്റൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് അവരെ കുടുക്കിയിട്ടിട്ടുണ്ടാവും. എന്നാൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ താൻ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളും തനിക്കുള്ള കടമകളും ബാധ്യതകളും ഒന്നും ആ സമയത്ത് യുവാക്കൾ ചിന്തിക്കാറില്ല. കാരണം അവർ അത്രത്തോളം അവരുടെ ലക്ഷ്യം അത് മാത്രമായിരിക്കും. അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ചിട്ടും ഓരോ യുവാവും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുമ്പോൾ ഒരു പെണ്ണിനെ നോക്കുമ്പോൾ, വിവാഹം കഴിക്കുന്ന ഒരു പെണ്ണിനെ നോക്കുമ്പോൾ നോക്കാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുൻകഹൽ മർഅതു ലിഅർബഇൻ, ഒരു പെണ്ണ് വിവാഹം കഴിക്കപ്പെടുന്നത് 4 കാര്യങ്ങൾക്ക് വേണ്ടി. ലിമാലിഹ, 4 കാര്യങ്ങൾ നോക്കിയിട്ട്. ലിമാലിഹ വലിഹസബിഹ വലിജമാലിഹ വലിദീനിഹ, അവരുടെ സമ്പത്ത്, അവളുടെ തറവാട്, അവളുടെ സൗന്ദര്യം, അവളുടെ ദീന്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൾഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്. നിനക്ക് അറബി ഭാഷയിലെ രീതിയാണ്, ഈ മണ്ണ് പറ്റേണ്ടി വന്നാൽ ദാരിദ്ര്യം സംഭവിച്ചാലും നീ എന്ത് ദീനുള്ളവളെ കിട്ടുക എന്നുള്ളത്. പലപ്പോഴും ദീനുള്ള യുവാക്കൾ, ദീനി ക്ലാസുകൾ കേൾക്കുന്ന, തന്റെ ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിക്കുന്ന യുവാക്കൾ അവർ മനസ്സിലാക്കുക, ഈ ഹദീസിൽ സ്വാഭാവികമായിട്ടും ദീനുള്ള കുട്ടിയെ കെട്ടണം, എന്തുണ്ടെങ്കിലും ദീന് നോക്കണം, ആ ഒരു ചിന്തയിലാണ്. ദീന് നോക്കണം, പക്ഷേ അടിസ്ഥാനപരമായിട്ട് സൗന്ദര്യം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. യുവാക്കളോട് പ്രത്യേകിച്ച് താൻ കഴിക്കാൻ പോകുന്ന പെൺകുട്ടി തന്റെ കണ്ണിന് കൺകുളിർമയേകുന്ന സൗന്ദര്യമുള്ള പെൺകുട്ടിയായിരിക്കണം എന്നുള്ളത് നമുക്ക് ആഗ്രഹം ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാർക്ക് ഉണ്ടാവും. അത് നമ്മൾ പരിഗണിച്ചേ തീരൂ. കാരണം ഉലമാക്കൾ തന്നെ പറയാറുണ്ട്, ആദ്യം നിങ്ങൾ ആ പെൺകുട്ടിയുടെ സൗന്ദര്യം നിങ്ങൾക്ക് പറ്റുമെന്ന് അന്വേഷിക്കുക. കാരണം അത് പറ്റുമെങ്കിൽ എന്നിട്ട് നിങ്ങൾ ദീൻ അന്വേഷിക്കുക. അപ്പൊ നിങ്ങൾക്ക് ദീനില്ല എങ്കിൽ നിങ്ങൾ ഒഴിവാക്കുന്നത് എന്തിന്റെ കാരണം കൊണ്ടാണ്? ദീനില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. നിങ്ങൾക്ക് സൗന്ദര്യം ഇഷ്ടപ്പെട്ടിട്ടു. അതേസമയം നിങ്ങൾ ആദ്യം ദീൻ അന്വേഷിച്ചു, അപ്പൊ നല്ല ദീനുണ്ട് എന്നറിഞ്ഞു. പിന്നെ സൗന്ദര്യമില്ല എന്നറിയുമ്പോ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ഒഴിവാക്കുക? സൗന്ദര്യം കാരണമാണ്. ദീനുണ്ടായിട്ടും സൗന്ദര്യമില്ല എന്നുള്ള നിലയ്ക്ക് ദീനിനെ രണ്ടാമതാകുന്ന അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൗന്ദര്യത്തെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ശാരീരികമായിട്ടും സൗന്ദര്യമായിട്ടും നിങ്ങൾക്ക് ആവശ്യം, അത് നിങ്ങൾ കാണണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെൺകുട്ടികളെ കാണണം, കണ്ടിരിക്കണം. ഇതിന് വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ ഉലമാക്കൾ വിശദീകരിക്കുന്നത് കാണാം. നാം പറഞ്ഞല്ലോ വിവാഹത്തിന്റെ ലക്ഷ്യത്തിൽ, ഈ ലക്ഷ്യത്തിലെ ഈ ലൈംഗിക ബന്ധം എന്നുള്ളടുത്ത് പുരുഷന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മഞ്ഞീയ് ഇത് പുറത്തു പോയില്ല എങ്കിൽ, അതിന്റെ കൃത്യസമയത്ത് പുറത്തു പോയില്ല എങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ പുരുഷനിൽ ഉണ്ടാക്കും. അവന്റെ സ്വഭാവം തന്നെ മാറും. അവനത് കൃത്യസമയത്ത് ശരീരത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എങ്കിൽ അവന്റെ ചിന്തകൾ ദുഷിച്ചു പോകും, അവന്റെ പ്രവർത്തനങ്ങൾ ദുഷിച്ചു പോകും, അവന്റെ ശരീരത്തിന് ആരോഗ്യപരമായിട്ട് ഒരുപാട് കേടുകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇത് പൂർണ്ണമായി തന്നെ പുറത്തേക്ക് അതിന്റെ സമയങ്ങളിൽ പോകണം. തനിക്ക് ഇഷ്ടപ്പെടാത്ത, തന്റെ കണ്ണിന് തൃപ്തിയല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഒരിക്കലും ഒരു പുരുഷന്റെ ഈ മനിയെ പൂർണ്ണമായിട്ട് പുറത്തേക്ക് പുറപ്പെടുകയില്ല. ശാരീരികമായിട്ട് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അവനതിൽ തൃപ്തി അടയൂല. അത് വേറെ വീണ്ടും ഭാവിയിൽ പല പ്രശ്നങ്ങൾ, ജനിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്ന പല പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും. അതുകൊണ്ട് നാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കളോട് നിങ്ങൾ സൗന്ദര്യം പരിഗണിക്കേണ്ടതുണ്ട്. നിങ്ങൾ സൗന്ദര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം, നിങ്ങളുടെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെടണം. എന്നാൽ ദീനിനേക്കാൾ വലുതായി
സൗന്ദര്യത്തെ പരിഗണിക്കുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത്. ഇത് പ്രധാനപ്പെട്ട യുവാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പുള്ള ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഒരു പെൺകുട്ടി ഒരു പുരുഷനെ അന്വേഷിക്കുന്ന സമയത്ത് പെൺകുട്ടിയുടെ വലിയനോട് പറഞ്ഞ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇദാ അതാകും മൻ തർളൗന ഖുലുഖഹു വദീനഹു ഫസവ്വിജുഹു ഇല്ലാ തഫ്അലു തകും ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ അരീദ്. നിങ്ങളുടെ അടുക്കൽ സ്വഭാവം കൊണ്ടും ദീനുകൊണ്ടും നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്ന പുരുഷൻ വന്ന് നിങ്ങളുടെ മകളെ വിവാഹം അന്വേഷിച്ചാൽ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഭൂമിയിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്നുള്ളത്. ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്റെ വിഷയത്തിൽ പറഞ്ഞത് അവന്റെ ദീനും അവന്റെ സ്വഭാവവുമാണ്. അവന്റെ സ്വഭാവത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഈമാനിന്റെ അളവുകോലായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവനായിരിക്കും. ഏറ്റവും നല്ല സ്വഭാവം എങ്ങനെ അറിയാനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവന്റെ കുടുംബത്തിനോടായിരിക്കും. അതുകൊണ്ട് തന്നെ തന്റെ മകൾ നല്ല രീതിയിൽ സന്തോഷമായി ജീവിക്കണം എന്ന് ഏതൊരു ഉപ്പയും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ദീനും സ്വഭാവവും അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇവിടെ ദീനുള്ള പെൺകുട്ടിയെ കെട്ടിയാലും ദീനുള്ള പുരുഷനെ കെട്ടുമ്പോഴും, ദീൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നിബന്ധനകൾ പാലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെറ്റീജ, ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദീനുള്ള പുരുഷന് തന്റെ മകളെ കൊടുക്കുമ്പോൾ ആ വാപ്പാക്കൊരു വിശ്വാസമുണ്ട്. അവൻ അവളെ ഇഷ്ടപ്പെട്ടാൽ അവൻ നല്ല രീതിയിൽ നോക്കും, അവൻ അവളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ ത്വലാഖ് ചെയ്യും, ഉപദ്രവിക്കില്ല, നല്ല രീതിയിലായിരിക്കും അതുണ്ടാവും. ഇനി ദീനുള്ള പെണ്ണിനെ കെട്ടിയാലോ അവൾ നല്ല രീതിയിൽ അവനനുസരിക്കും. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഒഴിവാക്കിയാണെങ്കിലോ അവൻ ഒഴിവാക്കിയാലും അവൾ ഇവനെ ഉപദ്രവിക്കില്ല, എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇവന്റെ ന്യൂനതകൾ വിളിച്ച് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കില്ല, എല്ലാം നല്ല രീതിയിലായിരിക്കും. അതാണ് വിവാഹത്തിൽ ഒരു മുഅ്മിനിന്റെയും മുഅ്മിനത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മനസ്സിലാക്കേണ്ടത്. കാരണം ഒരിക്കലും വിവാഹം എന്നുള്ളത് നമ്മുടെ നാടുകളിൽ വിവാഹത്തിന്റെ അങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ദീനിന്റെ നിയമങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാത്ത അവസ്ഥയിലാണ്. എല്ലാം മാന്യമായിട്ടും നല്ല രീതിയിലുമായിരിക്കണം മുഅ്മിനീങ്ങളുടെ വിഷയത്തിൽ. ഇനി നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ ഇനി വിവാഹത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നാം പറഞ്ഞത്. ഇനി വിവാഹിതരാകുമ്പോൾ അല്ലെങ്കിൽ വിവാഹിതരായി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഓരോ ജീവിതത്തിലും നാം പ്രത്യേകമായിട്ട് ലക്ഷ്യം വെക്കുന്നത് ഈമാനുള്ള, ദീന് പഠിക്കുന്ന, ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് നമ്മുടെ ഉപദേശം പ്രധാനമായി ഉപകാരപ്പെടുക. മുഅ്മിനീങ്ങൾക്കാണ് നമ്മൾ തദ്കിറ നടത്തുന്നത്, ഓർമ്മപ്പെടുത്തുന്നത് മുഅ്മിനീങ്ങൾക്കാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ അനുസരിച്ചിട്ടും നമസ്കരിക്കുന്നുണ്ട്, തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ പ്രശ്നങ്ങൾക്കുള്ള കാരണം? ഒന്നാമത്തെ അടിസ്ഥാന വിഷയം എന്ന് പറഞ്ഞാൽ തഖ്വയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക എന്നുള്ളത് മാത്രമായി നമ്മൾ കാണരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കൃത്യമായി പുലർത്താൻ നാം കാണിക്കുന്ന വളരെ വലിയ ശ്രദ്ധ, അങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കണം. എല്ലാ പാപങ്ങൾക്കും അനന്തരഫലം ഉണ്ടാകും. നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അല്ലാഹു തആല നമുക്ക് പുറത്തു തരുന്നൊരു വഴിയാണ്. ഏതൊരു പാവം ചെറുതോ വലുതോ ആവട്ടെ, അല്ലെങ്കിൽ അത്രയും വലിയ അമാലുകളെ കൊണ്ടും തൗബ കൊണ്ടും നമ്മൾ അതിനെ മറികടക്കണം. അല്ലെങ്കിൽ പാപങ്ങളുടെ അനന്തരഫലം നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. പലപ്പോഴും ദാമ്പത്യ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം ഒന്നുകിൽ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ തഖ്വയിലുള്ള കുറവായിരിക്കും, അഥവാ അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടുണ്ടാവും. സലഫുകൾ പറയാറുള്ളത് പോലെ, ഞാൻ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ അതെന്റെ ഭാര്യയിൽ നിന്നും എന്റെ വീട്ടിൽ നിന്നും മറ്റു എന്റെ വാഹനത്തിൽ നിന്നുമെല്ലാം അതിന്റെ ലക്ഷണങ്ങൾ, അവരുടെ മാറ്റങ്ങൾ എനിക്ക് കാണാൻ സാധിക്കും, സ്വാഭാവികമായിട്ട് ഉറപ്പാണ്. അപ്പൊ ജീവിതത്തിന്റെ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സലഫുകൾ പറയാറുള്ളത് പോലെ, മൻ അസ്ലഹ മാ ബൈനഹു വ ബൈനല്ലാഹ് അസ്ലഹ അല്ലാഹു മാ ബൈനഹു വ ബൈനന്നാസ്. ആരാണോ അള്ളാഹുവിന്റെയും അവന്റെയും ഇടയിലുള്ള കാര്യത്തെ നന്നാക്കുന്നത്, അവന്റെയും ജനങ്ങളുടെയും ഇടയിലുള്ള കാര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കും. അതുപോലെ അള്ളാഹുവിനെ നമ്മൾ ധിക്കരിച്ചാൽ നമുക്ക് താഴെയുള്ളവർ, നമുക്ക് കീഴിലുള്ളവർ നമ്മെ ധിക്കരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളയുടെ
ചരിത്രത്തിൽ നമുക്കെല്ലാം ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ കാലത്ത് ഒരാൾക്ക് ജിന്ന് ബാധയേറ്റ്. അങ്ങനെ ആ ബാധയേറ്റ സമയത്ത് ഇദ്ദേഹത്തിന്റെ അടുക്കൽ ശിഷ്യന്മാർ ഒരാൾ വന്ന് പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വല്ലവരൊക്കെ ഉദ്ധരിക്കുന്നതാണ്, അദ്ദേഹത്തിന്റെ ചെരുപ്പ് കൊണ്ടുപോയിട്ട് ഇത് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോ ആ ജിന്ന് പോവും, ബാധയേറ്റത് വിട്ടുപോകും. പിന്നെ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹുവിന്റെ മരണത്തിന് ശേഷം വീണ്ടും അയാൾക്ക് അതുപോലെ പ്രശ്നമുണ്ടാകുമ്പോ ഇയാള് നേരത്തെ കൊണ്ടുപോയ ആൾ അതേ ചെരുപ്പ് എടുത്ത് കാണിച്ചിട്ട് അല്ലെങ്കിൽ അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു എന്നുള്ള നിലക്ക് പറഞ്ഞിട്ട് പറയും പിന്നെ എങ്ങനെ പോണം പറയും. അപ്പോ ആ ജിന്ന് പറയുന്നതായിട്ട് കാണാം, അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം അള്ളാഹുവിനെ അനുസരിക്കുമായിരുന്നു, അദ്ദേഹത്തെ അനുസരിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, നിന്നെ ഞങ്ങൾ അനുസരിക്കൂല. അതായത് അള്ളാഹുവിനെ ഒരാൾ എത്ര അനുസരിക്കുന്നുവോ നമ്മുടെ ചുറ്റുമുള്ള ഓരോന്നിൽ നിന്നും അതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ വിവാഹ ജീവിതത്തിലും ഏത് കാര്യത്തിന്റെയും അടിസ്ഥാനപരമായിട്ട് അവർ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹുമായിട്ട് നമ്മുടെ ബന്ധം എങ്ങനെയുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ചുറ്റുമുള്ള ഓരോ കാര്യത്തിലും. ഇനി നാം ശ്രദ്ധിക്കേണ്ട വിഷയം തഖ്വയെ പോലെ തന്നെ ഈമാനും അഅ്മാലുകളും അത് യഥാർത്ഥ രൂപത്തിലായിരിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആണോ പെണ്ണോ ആവട്ടെ, മുഅ്മിനായിക്കൊണ്ട് യഥാർത്ഥ ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നത് ഹയാത്തൻ ത്വയ്യിബ, ഏറ്റവും നല്ല ജീവിതം, അതുപോലെ പരലോകത്തോ നല്ല പ്രതിഫലവും. ഈ രണ്ട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നമുക്ക് നല്ല ഭാര്യമാരെ വേണോ, നമുക്ക് നല്ല ഭർത്താക്കന്മാരെ വേണോ, നമുക്ക് നല്ല ഇണകളെ വേണോ, നമ്മൾ നന്നാവുക. ത്വയ്യിബായവർക്ക് അല്ലാഹു ത്വയ്യിബത്തായ പെണ്ണുങ്ങളെ കൊടുക്കും, ത്വയ്യിബത്തായവർക്ക് ത്വയ്യിബായ, ഖബീസാണെങ്കിൽ ഖബീസത്ത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഅദയാണ്, അത് തെറ്റൂല. അതുകൊണ്ട് നമ്മുടെ ജീവിതം എത്രത്തോളം പരിശുദ്ധമാക്കുന്നോ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനനുസരിച്ച പ്രതിഫലം നമുക്ക് നൽകും. അതുകൊണ്ട് തന്നെ ഓരോ കുടുംബങ്ങളും നന്നാവുക എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിന്റെ നന്നാവലും മുസ്ലിമുകളുടെ ഇജ്ജത്തുമാണ്. പലപ്പോഴും ദീനീ രംഗത്ത് പൊതുരംഗത്ത് ഏറ്റവും നല്ല മനുഷ്യരായി ജീവിക്കുന്ന ആളുകൾ അവർ തളർന്നു പോകുന്നത്, അവർക്ക് നാണക്കേടായി മാറുന്നത് അവരുടെ കുടുംബജീവിതത്തെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ ദാമ്പത്യ ജീവിതം അതിൽ നമുക്ക് വരുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഒരുപക്ഷെ ഇത് എല്ലാവർക്കും പൊതുവായിക്കൊള്ളണമെന്നില്ല, ഒന്നുവേ പൊതുവായിട്ടുള്ളത്. ചിലവർക്ക് ചിലതായിരിക്കാം, ചിലർക്ക് മറ്റൊന്നായിരിക്കാം. വിവാഹം കഴിക്കാൻ പോകുന്നവർ ആ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് ഇത് എന്തൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ഭാവിയിൽ ശ്രദ്ധിക്കണമെന്നുള്ളൊരു തീരുമാനമുണ്ടാക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നാൽ സന്തോഷകരമായ ദുനിയാവിലെ ഏറ്റവും നല്ലൊരു സ്നേഹബന്ധം അതിനപ്പുറത്തേക്ക് നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനും പകർത്താനും ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് നമുക്ക് തുടങ്ങുകയാണ് മിൻ അഖ്താഇൽ അസ്വാജ്, ഭർത്താക്കന്മാരുടെ അബദ്ധങ്ങളിൽ നിന്ന്. ഒന്നാമതായിട്ട് ഷെയ്ഖ് പറയുന്ന വിഷയം അത്തഖ്സീറു ഫീ ബിർരിൽ വാലിദൈനി ബഅദ സിവാജ്, വിവാഹത്തിന് ശേഷം തന്റെ മാതാപിതാക്കളോട് പുണ്യം ചെയ്യലിൽ കുറവ് വരുത്തുക എന്നുള്ളത്. തന്റെ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നതിൽ കുറവ് വരുത്തുക എന്നുള്ളത്. പൊതുവെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നാം പറഞ്ഞല്ലോ, അവർക്ക് വലിയൊരു ആഗ്രഹമായിരിക്കും തന്റെ കൂടെ ഒരു ഇണ, തന്റെ കൂടെയുള്ള ഒരു ഭാര്യയുടെ ജീവിതം എന്നുള്ളവ. പ്രത്യേകിച്ച് നമ്മുടെ സാഹചര്യത്തിൽ ചെറുപ്പക്കാർ ചെറുപ്പം മുതലേ കണ്ടു വളരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വൈവാഹിക ജീവിതം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചിന്ത എന്താണെന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു തിന്മ നിറഞ്ഞ ജീവിതം കഴിഞ്ഞ് ദീന് മടങ്ങുന്ന അവസ്ഥയായിരിക്കും ഒരു പ്രായത്തിൽ അധികം ചെറുപ്പക്കാർക്കും ഉണ്ടാവുക. അവിടെ സിനിമകളുടെയും സീരിയലുകളുടെയും സംഗീതങ്ങളുടെയും ആ ലോകത്ത് അവർ ദാമ്പത്യ ജീവിതത്തെ കാണിക്കുന്ന ഒരു രീതിയുണ്ട്. അവർ കാണിക്കുന്ന രീതി പലപ്പോഴും ആ ചെറുപ്രായത്തിൽ തന്നെ യുവാക്കളുടെയും യുവതികളുടെയും മനസ്സിൽ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള ചിന്തയിലാണ് അവർ ജീവിക്കുന്നത് തന്നെ. എന്നിട്ട് ദീനിയായിട്ടൊരു ബോധം വരുമ്പോൾ അതെല്ലാം അവസാനിപ്പിച്ചാലോ പിന്നെ അവർ കേൾക്കുന്നത്
മറിയം അലൈഹിസ്സലാമിന്റെയും ഹാജറാബിയുടെയും ആസിയാബിയുടെയും ആയിഷാബിയുടെയും ഫാത്തിമാബിയുടെയും ഒക്കെ ചരിത്രങ്ങൾ കേട്ട് ഇതിലേക്ക്, അതായത് പണ്ട് കണ്ട ദാമ്പത്യ ജീവിതത്തിന്റെ ചിന്തയിലേക്ക് വരുന്ന ദീനിയായിട്ടുള്ള ഈ വനിതകളുടെ ചരിത്രം കൂടി കൂട്ടി വളരെ മനോഹരമായ എന്തോ ഒരു കാര്യമാണ് അവർ സ്വപ്നം കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ കണ്ട ഈ സിനിമകളിലെയും മറ്റുമുള്ള അവരുടെ യഥാർത്ഥ ദാമ്പത്യ ജീവിതം തകർന്നടിഞ്ഞതായിരിക്കും. അതൊരു അഭിനയമാണ്, അതൊരിക്കലും യാഥാർത്ഥ്യമാവില്ല. ഇപ്പുറത്തെ ഹാജറ ബീവി അവരെ പോലെയുള്ളവർ അത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഇബ്രാഹിം നബി, യൂസഫ് നബി, യൂനുസ് നബി അവരുടെ ഗുണത്തിൽ നമ്മളും മാറേണ്ടി വരും, പുരുഷന്മാരും മാറേണ്ടി വരും. അതായത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അതിന്റെ ഒരു മാറ്റം നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇവിടെ നാം പറഞ്ഞു വരുന്നത്, വിവാഹം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അധിക പുരുഷന്മാരും കാണുന്ന ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് ഭാര്യ എന്ന് പറഞ്ഞ ആ പുതുമയിൽ തുടക്കത്തിലേക്ക് കടക്കുമ്പോ മാതാപിതാക്കളോട് അവർ ചെയ്യുന്ന ബിറിൽ, അവർ ചെയ്യുന്ന പുണ്യത്തിൽ കുറവ് വരുത്തുക എന്നുള്ളത്, അവർക്കുള്ള ഹക്ക് നമ്മൾ നൽകാതിരിക്കുക എന്നുള്ളത്. അവർക്ക് വലിയ അവകാശമുണ്ട് നമ്മുടെ മേലെ. മാതാപിതാക്കൾക്ക് നമ്മുടെ മേലെ വലിയ അവകാശമുണ്ട്. ഒരു ഭാര്യയെ ലഭിക്കുമ്പോൾ, പുതിയൊരാള് ലഭിക്കുമ്പോൾ അവരെ പറ്റെ അവഗണിക്കുന്ന, ഒഴിവാക്കുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും അത് ഉഖൂഖുൽ വാലിദൈനാണ്. മാതാപിതാക്കളെ ഉപദ്രവിക്കലും ബുദ്ധിമുട്ടിക്കലുമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ കഠിനമായ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണത്. നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ സമയം നമ്മൾ കൂടുതൽ നമ്മുടെ ഭാര്യമാരിലൊക്കെ ചെലവഴിച്ചു തുടങ്ങും. അപ്പൊ മാതാപിതാക്കൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പലതും ലഭിക്കില്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അവർക്ക് ദോഷമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നാം പറയട്ടെ, നമ്മൾ നമ്മുടെ ഭാര്യമാർക്കോ സഹോദരങ്ങൾക്കോ നാട്ടുകാർക്കോ എന്തൊക്കെ നന്മ ചെയ്തിട്ടും മാതാപിതാക്കൾക്ക് ചെയ്യുന്നില്ല എങ്കിൽ മറ്റൊന്നിനും ഒരു ഖൈറുണ്ടാവില്ല. മാതാപിതാക്കൾ നമ്മൾ തൃപ്തിപ്പെട്ടിട്ടില്ല എങ്കിൽ നമുക്ക് ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുകയുമില്ല. അതുകൊണ്ട് നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വിവാഹത്തിന് ശേഷം മാതാപിതാക്കൾക്ക് ചെയ്യുന്ന ബിറിൽ കുറവ് വരുന്നില്ല എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ശേഖ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, ഒന്നാമത്തെ ദുആ, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ തന്നെ, ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ബിറ് ചെയ്യാൻ, അവർക്ക് നന്മകൾ ചെയ്യാൻ, ആ ബന്ധം നല്ല രീതിയിൽ നിലനിർത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ധാരാളമായി ദുആ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ ഒരു വിഷയം പറയുന്നത് അൽ ഹദറു മിൻ അയ്യി തസറുഫിൻ യുശ്അറുൽ വാലിദൈനി ബിഅന്ന ഇബ്നഹുമാ ഖദ് തഗയ്യർ. അതായത് തന്റെ മകൻ തന്നിൽ നിന്ന് മാറുന്നുണ്ട്, മകന്റെ സ്വഭാവം മാറുന്നുണ്ട്, അവന്റെ പെരുമാറ്റം മാറുന്നുണ്ട്, അവൻ എന്നോട് പഴയ പോലെയല്ല എന്നുള്ള ആ ഒരു അവസ്ഥ നമ്മളിൽ വരുന്നതിനെ നമ്മൾ കാത്തു സൂക്ഷിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം, ഒരു ആൺമക്കളാണെങ്കിൽ വളരെ പ്രത്യേകിച്ച് ആൺമക്കളോട് പ്രത്യേകമായ ഒരു സ്നേഹമുണ്ടാവും ഉമ്മമാർക്ക് പ്രായമായത് കൊണ്ട് തന്നെ ആ ഉമ്മമാർക്ക് വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയോട് സ്നേഹം ഉണ്ടാവും, സ്വാഭാവികമായിട്ട് ഉണ്ടാകാം. പക്ഷെ ചില ഉമ്മമാർക്ക് പ്രത്യേകിച്ച് തന്റെ മകനെ തന്നിൽ നിന്ന് അകറ്റാൻ വന്ന ഒരാളാണ് മകന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് കാണുന്ന ഉമ്മമാരുണ്ടായിരിക്കും. അത് അവരുടെ ആ മകനോടുള്ള സ്നേഹത്തിന്റെയും അവരുടെ പ്രായത്തിന്റെയും അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവാം. ചില ഉമ്മമാരെ നമുക്ക് നാട്ടിൽ കാണാൻ സാധിക്കും. ഭാര്യയും ഭർത്താവും താമസിക്കുന്ന റൂമിൽ ഇടയ്ക്കിടയ്ക്ക് അവർ വന്നു മുട്ടും. കിടക്കുന്ന റൂമിൽ മകനെ കാണണം അങ്ങനെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെ പല രീതിയിൽ പല പ്രശ്നങ്ങൾ നമ്മുടെ നാടുകളിൽ കാണാൻ സാധിക്കും. ഇത് അവരുടെ സ്നേഹത്തിന്റെ ഒരു കാര്യമാണ്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത്, ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടത്, എന്റെ സ്വഭാവത്തിനൊരു മാറ്റം വന്നു, എന്റെ പെരുമാറ്റത്തിനൊരു മാറ്റം വന്നു എന്നുള്ള നിലക്ക് എന്റെ ഉമ്മാക്ക് തോന്നാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കണം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഉമ്മമാരുടെ വിഷയത്തിൽ. ഉപ്പമാർക്ക് പിന്നെയും മനസ്സിലാകും, പുരുഷനായതുകൊണ്ട് തന്നെ ഉപ്പമാർക്ക് പിന്നെയും മനസ്സിലാവും. ഉമ്മമാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് സിയാദത്തുൽ ബിറിൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നത് വർദ്ധിപ്പിക്കുക. ധാരാളമായിട്ട് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക. അത് അവർക്ക് അതിൽ ഹദിയ നൽകിക്കൊണ്ടാവാം, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തുകൊണ്ടാവാം, ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിച്ചുകൊണ്ടാവാം. അധികം ചെറുപ്പക്കാർക്ക് ഇന്ന് കാലത്ത് പറ്റുന്ന ഒരു കാര്യമാണ്, പുറത്തൊക്കെ പോയ യാത്ര എന്തെങ്കിലുമൊക്കെ പോയാൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ജോലിക്ക് നിൽക്കുന്ന ആളുകൾ ഉമ്മാനെ ദിവസം വിളിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ വിവാഹത്തിന് ശേഷം പെട്ടെന്ന് എന്താവും, അവർക്ക് രണ്ടുപേരെ വിളിക്കേണ്ടി വരും. ഭാര്യനെ വിളിക്കേണ്ടി വരും, ഉമ്മാനെ വിളിക്കേണ്ടി വരും. രണ്ടുപേരും ഒരു വീട്ടിലായിരിക്കും. അപ്പൊ നമ്മൾ അധികം ഭാര്യനെ വിളിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ അറിയാതെ കുറഞ്ഞിട്ടുണ്ടാവും.
പക്ഷെ ഇതെല്ലാം കൃത്യമായി എണ്ണുന്ന ആരായിരിക്കും എന്നറിയോ? നമ്മുടെ മാതാപിതാക്കളായിരിക്കും, പ്രത്യേകിച്ച് ഉമ്മ. അവരൊരു വിളിയിൽ വന്ന കുറവ്, ഒരു പെരുമാറ്റത്തിൽ വന്ന കുറവ് പ്രത്യേകിച്ച് മനസ്സിലാക്കും. അത് വളരെയധികം ദോഷം നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാവാൻ കാരണം വരും. ജീവിതത്തിൽ വേറെ പല പ്രശ്നങ്ങളായിട്ട് അത് മാറാനും, ഉമ്മാന്റെ സ്വഭാവം അതും അവളുടെ ഭാര്യയോടൊരു ദേഷ്യമായി മാറാനും, മറ്റു പല രീതിയിൽ പ്രശ്നങ്ങളാവാൻ. അപ്പോ അതുപോലെ ഫോൺ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലും വീട്ടിൽ ഒരുമിച്ചാവുമ്പോൾ അവരോട് കൂടുതൽ സംസാരിച്ചുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത് വായിക്കുന്നില്ല, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ പൊതുവായിട്ട് പറയുകയാണ്. ചില കാര്യങ്ങൾ നമ്മുടെ നാടിന്റെ സാഹചര്യത്തിൽ ഞാൻ കൂട്ടി പറയുന്നുണ്ട്, ബാക്കിയുള്ളത് ആശയം പറഞ്ഞു. അത് ഷേഖ് പറയാണ്, നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങരുത്. മാതാപിതാക്കൾക്ക് സ്ഥിരമായി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും ഒരു മാതാപിതാക്കൾ പുണ്യം ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും, പക്ഷെ നമുക്കത് സ്ഥിരമായി ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മളൊരു ആവേശത്തിൽ തുടങ്ങും, പിന്നെ അത് നിന്ന് കഴിഞ്ഞാൽ ഓരെങ്ങനെ കണക്കൂട്ടുക എന്നറിയോ? അത് നമ്മുടെ ഭാര്യ കാരനാണ്, അതെങ്ങനെ അവൻ അകന്നു, അങ്ങനെതായിട്ട് അങ്ങനെ ഒരു തെറ്റിയിരിക്കും. അതുകൊണ്ട് സ്ഥിരമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ മാതാപിതാക്കൾക്ക് പുണ്യമാണെങ്കിൽ കൂടി അത് ചെയ്ത് തുടങ്ങരുത്. അത് വളരെ വലിയ ദോഷമായിട്ട് പിന്നീട് ബാധിക്കും. എന്നാൽ ഏറ്റവും നല്ല രീതിയിൽ അവരോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ അടുത്തതായിട്ട് പറയുന്നത് അസ്സക്കനു ഫീ ബൈത്തി മുൻഫരിദിൻ, ഒരു വീട്ടിൽ തന്നെ താമസിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇത് വിവാഹം കഴിഞ്ഞ ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് നല്ലൊരു പരിചരണമൊന്നും ലഭിച്ചില്ല എങ്കിൽ ആ പെൺകുട്ടി ഭർത്താവിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ, നമുക്ക് വേറൊരു ഒറ്റക്കൊരു വീട്ടിൽ പോവാ, ഒറ്റക്കൊരു വീട്ടിൽ പോയി നമുക്ക് മാറി താമസിക്കുക, അങ്ങനെ ഒരു ചിന്തയായിരിക്കും അവർ പറയുക. അത് അവരുടെ ചിന്ത എന്താന്ന് വെച്ചാൽ അങ്ങനെ പോയാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അപ്പൊ നല്ല രീതിയിൽ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഞാനും എന്റെ ഭർത്താവും നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ജീവിതം നല്ല സന്തോഷമായിരിക്കും എന്നുള്ളത് ചില ഭർത്താക്കന്മാരും ചിന്തിക്കും. അത് വിവാഹം കഴിയുമ്പോ ഞാനും എന്റെ ഭാര്യയും മാത്രമായിട്ട് വേറെ സന്തോഷമായിട്ടാണ് ജീവിക്കുക, നല്ല രസമായിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഉണ്ടാവും. അതിന് പല കാരണങ്ങളുണ്ട്. പരമാവധി നമ്മുടെ ഉമ്മാന്റെയും ഉപ്പാന്റെയും കൂടെ തന്നെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. ഇനി ചില കാരണങ്ങൾ ഉണ്ടാകാം, ചില ജോലി ആവശ്യം, മറ്റു പല ആവശ്യം ഒക്കെ ഉണ്ടാവും. എന്നാൽ അവർക്ക് കഴിവുണ്ട്, അവർക്ക് സ്വന്തമായി ജീവിക്കാൻ കഴിവുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കുഴപ്പമുണ്ടാവൂല. അതുപോലെ അവരുടെ അടുത്ത് തന്നെ നമ്മുടെ മറ്റു സഹോദരങ്ങളുണ്ട്, ആ സമയത്തും വലിയ കുഴപ്പമുണ്ടാവൂല. അത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നാം തീരുമാനിക്കേണ്ട ചില തീരുമാനങ്ങളായിരിക്കണം. ഓരോ സാഹചര്യങ്ങൾ പരമാവധി കഴിവിന്റെ പരമാവധി മാതാപിതാക്കളുടെ അടുത്ത് അവരെ ഒറ്റക്കാക്കാതെ അവരെ തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ നാം ശ്രദ്ധിക്കണം. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ബറക്കത്തുണ്ടാക്കും. മാതാപിതാക്കളെ വിഷമിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും, വിഷമിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്താലും അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നമുക്ക് ലഭിക്കില്ല. അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നവും ബുദ്ധിമുട്ടുകൾക്ക് മേൽ ബുദ്ധിമുട്ടുമായിട്ട് നമുക്ക് മാറുന്നതേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവരുടെ അനുവാദപ്രകാരം, അവരുടെ തൃപ്തിപ്രകാരം നമ്മൾ മാറി താമസിക്കുകയാണെങ്കിൽ, ഒരു ആവശ്യം വരികയാണെങ്കിൽ അതിന് ശ്രമിക്കുക. ഇവിടെ നാം പറയുന്ന നമ്മുടേതായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ ആദർശപരമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ സലഫിയത്തനുസരിച്ച് ജീവിക്കുന്ന യുവാക്കളോടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഉമ്മയും ഉപ്പയും ചിലപ്പോ നാം മനസ്സിലാക്കിയ സലഫി മൻഹജോ അല്ലെങ്കിൽ മറ്റൊന്നും മനസ്സിലാക്കാതെ ജീവിക്കുന്ന, ഒരുപക്ഷെ ഖുറാഫാത്തിന്റെയും ഷിർക്കിന്റെയും കാര്യങ്ങൾ മുഴുകി കിടക്കുന്നവരാവാം. അല്ലെങ്കിൽ അത്രയൊന്നുമില്ല, ഒരു സാധാരണ ഒരു കേരളത്തിൽ വളർന്നു വരുന്ന സാധാരണ ഒരു ഇത്, ഷിർക്ക് പരമായിട്ടുള്ള ഒന്നുമില്ലെങ്കിലും സാധാരണത്തെ ഒരു ഇത്, അങ്ങനെ പല രീതിയിൽ നമ്മുടെ യുവാക്കൾ സലഫിയത്ത് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന മതത്തിന്റെ ആവേശമുണ്ടാകും, സലഫിയത്തിന്റെ ഒരു ഇജ്ജത്ത്. ചില ആളുകൾക്ക് ആ ഇജ്ജത്ത് കൂടിപ്പോയി കിബറായി പോവും, മുത്തവസ്സിത്തായി നിൽക്കണല്ലോ. ഇജ്ജത്ത് തവാളു കൂടിപ്പോയാൽ ദില്ലത്താവും, ഇജ്ജത്ത് കൂടിപ്പോയാൽ കിബറുമായി മാറും. ആ ഒരു ഇജ്ജത്തിന്റെ മേലെ നമ്മൾ തെറ്റിപ്പോകരുത്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്ക് നല്ല ആദർശം ഇതുകൊണ്ട് മാതാപിതാക്കളൊന്നും ശരിയല്ല, അതുകൊണ്ട് അങ്ങനെ കുഴപ്പങ്ങൾ, ആ ഒരു കാരണം വെച്ചുകൊണ്ട് അവരെ പല രീതിയിൽ ഒരു വില കുറച്ച് കാണിക്കുന്ന ഒരവസ്ഥ, ആ ഒരു അവസ്ഥ കാണും. അതൊന്നും മാതാപിതാക്കളോട് നമുക്കുള്ള ഹക്കിനെ ഒഴിവാക്കുന്ന കാരണങ്ങളല്ല. മാതാപിതാക്കളോടുള്ള ഹക്ക് അവരെന്തോ ആയിക്കോട്ടെ,
അവരെന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ ജീവിതത്തിൽ പാലിക്കണം. ഒരു വിവാഹത്തിന്റെ കാരണം കൊണ്ട് അത് ഒഴിവാകാൻ പാടില്ല. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി അടുത്തതായി പറയുന്നത് ഇബ്ആദുൽ വാലിദൈനി ഖദറൽ മുസ്തതാഇ അനിൽ മുശ്കിലാത്തി സൗജിയ്യ, ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ, അതിലുണ്ടാവുന്ന ഓരോ കുഴപ്പങ്ങളിൽ നിന്ന് കഴിവിന്റെ പരമാവധി മാതാപിതാക്കളെ അകറ്റി നിർത്തുക എന്നുള്ളത്, മാതാപിതാക്കളെ അറിയിക്കാതിരിക്കുക എന്നുള്ളത്. അതായത് നമ്മളും നമ്മുടെ ഭാര്യയും തമ്മിൽ ഉണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിന്റെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും നമുക്ക് എത്ര കഴിയുമോ അത്രയും അത് മാതാപിതാക്കൾ അറിയാതെ വെക്കുക. നല്ല രീതിയിൽ അവരെന്നെ എന്തെങ്കിലും ഒരു കുടുംബത്തിലാവുമ്പോ അറിയുന്ന കാര്യങ്ങളായിരിക്കും. അത് എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ തീർക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ അവർ തീർക്കുന്നുണ്ട് എന്നുള്ളത്. അതല്ല എങ്കിൽ അവർക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. പ്രത്യേകിച്ച് ഭർത്താക്കന്മാരോടാണ് ഞാൻ പറയുന്നത്. തന്റെ മകന്റെ കാര്യത്തിൽ അത് ഭാര്യയോട് വെറുപ്പും ദേഷ്യവും ഉണ്ടാവാനും മറ്റു പല കാരണങ്ങൾക്കും അത് ഭാവിയിൽ ഉണ്ടാകും. ഞാൻ ഇത് പറയുമ്പോ ഞാൻ പ്രത്യേകം പറയുന്നു, ഇത് ഓരോ സാഹചര്യങ്ങളിലും ഓരോ ആളുകൾക്കും ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് നാം പറയുന്നത്, പരമാവധി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. അപ്പൊ അധികം ആളുകളിലും വരുന്ന അബദ്ധങ്ങൾ. അപ്പോ ചില ആളുകളിൽ ചിലപ്പോൾ വ്യത്യസ്തമായിട്ട് വരേണ്ടി വരും. അതന്നെ ശേഷം പറയുന്നുണ്ട്, ചില സമയത്ത് മാതാപിതാക്കളുടെ ഒരു അഭിപ്രായം നമ്മൾ സ്വീകരിക്കേണ്ട, എടുക്കേണ്ട ഒരു സമയം ഉണ്ടാവും. ആ സമയത്ത് അവരുമായി കൂടിയാലോചിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. അതല്ലാത്ത സാധാരണഗതിയിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ പ്രശ്നങ്ങൾ അറിയിക്കാതെ പരമാവധി അതിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ നമ്മൾ അവസാനിക്കുന്നുണ്ട്, നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് അവരെ കാണിക്കുക. അതുപോലെ അടുത്തൊരു വിഷയം അദ്ദേഹം പറഞ്ഞു വന്നത് ഓർമ്മ ഉണ്ടല്ലോ, മാതാപിതാക്കളോട് ബിർറ് ചെയ്യുന്നതിൽ കുറയുമെന്നുള്ളത്. അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഓരോന്ന് പറയുകയാണ്. ഇതിൽ ഓരോന്നും പല രീതിയിൽ ഉപകാരപ്പെടും. അവസാനത്തേതായിട്ട് ഈ വിഷയത്തിൽ പറയുന്ന ഒരു കാര്യം അൽ ഹിർസ് അല തൗഫീഖ് ബൈനൽ വാലിദൈനി വസ്സൗജ്, ഭാര്യയെയും മാതാപിതാക്കളുടെയും ഇടയിൽ ഒരു നല്ലൊരു ബന്ധമുണ്ടാക്കാൻ താല്പര്യം കാണിക്കുക എന്നുള്ളത്. അത് ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ വിഷയമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നതിൽ കുറവ് സംഭവിക്കുക എന്നുള്ളത്. അത് ഓരോരുത്തരും ശ്രദ്ധിക്കുക. കഴിക്കാൻ പോകുന്നവർ, കഴിച്ചവർ ഇനിയെങ്കിലും അത് തനിക്ക് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ തയ്യാറാവുക. രണ്ടാമത്തെ വിഷയം ഖില്ലത്തുൽ ഹിർസി അല തൗഫീഖ് ബൈന സൗജത്തി വൽ വാലിദൈൻ, മാതാപിതാക്കളെയും ഭാര്യയുടെയും ഇടയിൽ നല്ലൊരു ബന്ധം, നല്ലൊരു സ്നേഹബന്ധം ഉണ്ടാക്കുന്നതിനോട് താല്പര്യം ഉണ്ടാവാതിരിക്കുക എന്നുള്ളത്, അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുക എന്നുള്ളത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അധിക കുടുംബങ്ങളിലും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഭാര്യയും നമ്മുടെ ഉമ്മമാരും തമ്മിൽ ഉണ്ടാകുന്ന, നമ്മുടെ നാട്ടിൽ പറയില്ല അമ്മായിമ്മ പോരും എന്നൊക്കെ പറയില്ലേ, അവര് തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ്, പരസ്പരം മനസ്സിലാക്കുന്നിടത്ത് വരുന്ന ഭയങ്കര പാളിച്ചകളായിരിക്കും. ഇത് തുടക്കം മുതലേ ഓരോ പുരുഷന്മാരും ശ്രദ്ധിക്കണം. ഓരോ പുരുഷന്മാരും, ഞാൻ പറഞ്ഞില്ല, വിവാഹം കഴിക്കുന്ന ഒരു തുടക്കം മുതൽ. കാരണം നമ്മൾ എങ്ങനെ നമ്മുടെ ഉമ്മാനെയും ഉപ്പാനെയും കാണുന്നുവോ അതുപോലെയായിരിക്കും നമ്മുടെ ഭാര്യമാരും കാണുക. ഭാര്യമാര് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ വിവാഹം കഴിക്കുന്ന സമയത്ത് ഓനിനി ആ പെണ്ണ് മതി, ഞാനും എന്റെ ഭാര്യയും, ബാക്കിയുള്ളവരില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല. അവൻ ആ സ്വപ്നത്തിലാണ് ജീവിതത്തിലേക്ക് കിടക്കുന്നത്. പിന്നീടാണ് ദാമ്പത്യ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ മനസ്സിലാക്കുക ഇതല്ല, വേറെ ഒരുപാട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. ആ ഒരു തുടക്കകാലത്തില് എന്റെ ഉമ്മ അങ്ങനെയാണ്, ഒരു മോശം സ്വഭാവമാണ്, അതുകൊണ്ട് ഇങ്ങനെ ഉപ്പാക്ക് അങ്ങനെ ഒരു വൃത്തിയുടെ സ്വഭാവം ഉണ്ടാകും, അങ്ങനെ ഇതാണ് നമ്മൾ പറയുന്നത് എങ്കിൽ, അവരുടെ ന്യൂനതകളാണ് നമ്മൾ ഭാര്യയുടെ മുമ്പിൽ ആദ്യം പറയുന്നതെങ്കിൽ അവർ ആ കണ്ണിലൂടെ അവരെ കാണുള്ളൂ. നമ്മൾ എത്ര വില കൊടുക്കുന്നു അതേ അവരും കൊടുക്കുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ ആദർശപരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകുമ്പോ സ്വാഭാവികമായിട്ടും അതിനോടൊരു വെറുപ്പ് നമ്മുടെ കൽപ്പിലുണ്ടാവും. പക്ഷേ ആ വെറുപ്പിനെ മറച്ചു വെച്ചിട്ടാണെങ്കിലും എന്റെ ഉമ്മയാണ്, എന്റെ ഉപ്പയാണ് എന്നുള്ള നിലക്ക് സ്നേഹിക്കുന്ന രീതിയിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് ആദ്യം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഒരുപാട് ആളുകളിൽ വരുന്ന വലിയൊരു അബദ്ധമാണ്. ഭാര്യയെയും ഉമ്മയുടെയും ഇടയിൽ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഇടയിൽ നല്ലൊരു ബന്ധമുണ്ടാക്കുന്നിടത്ത് അവർക്ക് വരുന്ന ഒരു പാളിച്ച എന്നുള്ളത്. ഈ ആളുകൾക്ക് സംഭവിക്കുന്നത് ഒന്നെങ്കിൽ ഉമ്മാനോട് ഉപ്പാനോടുള്ള ഹക്കിൽ വീഴ്ച വരും, അല്ലെങ്കിൽ ഭാര്യനോടുള്ള ഹക്കിൽ വീഴ്ച വരും. രണ്ടുപേരോടും നമുക്ക് കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ കടമകളുടെയും അവകാശങ്ങളുടെയും ജീവിതമാണ്, ഒരു കരാറാണ്. അതിൽ ഭർത്താവിന് കടമകളുണ്ട്, ഭർത്താവിന് അവകാശങ്ങളുണ്ട്.
ഭാര്യയ്ക്ക് കടമകളുണ്ട്, ഭാര്യയ്ക്ക് അവകാശങ്ങളുണ്ട്. ഭാര്യയുടെ കടമകൾ പൂർത്തീകരിക്കുമ്പോ ഭർത്താവിന്റെ അവകാശങ്ങൾ ലഭിക്കും. ഭർത്താവിന്റെ കടമകൾ ഭർത്താവ് പൂർത്തീകരിക്കുമ്പോ ഭാര്യയുടെ അവകാശങ്ങൾ ലഭിക്കും. ഇത് രണ്ടും പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുകയും അതിനോടൊപ്പം ഒരു പെണ്ണിനോട് എങ്ങനെ പെരുമാറണം, ഒരു പെണ്ണിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ജീവിതത്തിൽ പഠിച്ച് ബോധ്യപ്പെടുക എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഇതിൽ വരും. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പെണ്ണിനെ മനസ്സിലാക്കി ആ പെണ്ണിനോട് നിൽക്കേണ്ട രീതിയിൽ നിന്ന് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് തന്നെ നന്നായി മനസ്സിലാക്കിയാൽ ഒരുപാട് ദാമ്പത്യ പ്രശ്നങ്ങൾ തീരും. വളഞ്ഞ ഭാര്യയിലാണ് എന്നുള്ളത് പലരും അത് നിവർത്താൻ നോക്കും. നിവർത്തിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാ അത് പൊട്ടും. അറബികളിൽ പഴഞ്ചൊല്ലുണ്ട്, സലാസത്തു അസ്നാഫിൻ ലാ യസ്തതിഊന ഫഹ്മൽ മർഅത്ത് അൽ അത്ഫാൽ അശ്ശബ്ബാൻ അശ്ശുയൂഖ്. 3 കൂട്ടർ അവർക്ക് പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റൂല. എന്നിട്ട് പറയും കുട്ടികള്, യുവാക്കള്, വയസ്സന്മാര്. അതായത് ആർക്കും മനസ്സിലാക്കാൻ പറ്റൂല. ഒരാൾക്കും പെണ്ണിന്റെ ചിന്തകളെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് നമ്മൾ പഠിച്ച് അതിന്റെ ഹിക്മത്തോടുകൂടി ഉപയോഗിക്കണം. ഈ ഒരു മേഖല ഭാര്യയെയും ഉമ്മയെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കരമായ യുക്തി, ഹിക്മത്ത് ഉപയോഗിച്ച് കൊണ്ടല്ലാതെ അത് നടക്കില്ല. 2 പേരോടുള്ള ഹക്ക് ഒരേ സമയത്ത് കൊണ്ടുപോയി, അത് ശൈഖ് പറഞ്ഞ വാക്ക് കല്ലഷ്ട ഖുവ്വത്തുൽ ശഖ്സിയ്യ, ഒരുത്തന്റെ പേഴ്സണാലിറ്റിയുടെ അല്ലെങ്കിൽ ഒരുത്തന്റെ പുരുഷത്വത്തിന്റെ ഒരു ലക്ഷണമാണത്. ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ, തുല്യമായ അളവിൽ കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത്. 2 പേരോടുള്ള ഹക്കും കൃത്യമായി കൊടുത്ത് കൊണ്ടുപോകാൻ പറ്റുക. ഇത് ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ, കാരണം എന്താ അറിയോ, ഈ 2 പേർക്കും പരസ്പരം ഞാൻ പറഞ്ഞല്ലോ, ഉമ്മമാർക്ക് ഉണ്ടാകുന്ന ഒരു ചിന്ത മകന്റെ ഭാര്യയുടെ മേലെ പൊതുവെ ഒരു ചിന്തയാണ് പറഞ്ഞത്. എല്ലാവർക്കും അറിയില്ല, ചിലവർ നല്ല സ്നേഹിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ഭാര്യമാർക്ക് ഒരിക്കലും സ്വന്തം ഉമ്മാനെ പോലെ ഭർത്താവിന്റെ ഉമ്മാനെ കാണാൻ പറ്റൂല. സ്വന്തം ഉമ്മാനെ പോലെ ഭർത്താവിന്റെ ഉമ്മാനെ പൊതുവെ കാണാൻ പറ്റൂല. അപ്പൊ ഈ 2നെയും നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് ആ ഭർത്താവിന്റെ, ആ പുരുഷന്റെ കടമയായിരിക്കും. അതിനവൻ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ശൈഖ് അതിന് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത്, മാതാപിതാക്കളുടെ ത്വബഈയായ സ്വഭാവത്തെ മനസ്സിലാക്കുക. മാതാപിതാക്കളുടെ അവരെ ശ്രദ്ധിച്ച് അവരുടെ ത്വബഈയായ സ്വഭാവങ്ങൾ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ചില മാതാപിതാക്കൾ കടുപ്പമുള്ളവരായിരിക്കും തന്റെ മകന്റെ വിഷയത്തിൽ, തന്റെ ഓരോ കാര്യത്തിൽ, ആ വിഷയങ്ങൾ. മാതാപിതാക്കൾ എന്താണോ സ്വഭാവം എന്ന് മനസ്സിലാക്കുക, പ്രത്യേകിച്ച് ഉമ്മാന്റെ. എന്നിട്ട് ശൈഖ് പറയാണ്, അവരുടെ മുമ്പിൽ വെച്ച് ഭാര്യനോട് പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹവും ഒരു സ്നേഹപ്രകടനവും കാണിക്കാതിരിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഉമ്മാന്റെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് സ്നേഹിക്കാനും സ്നേഹപ്രകടനം നടത്താനും ഒരുപാട് അവസരങ്ങൾ വേറെ ലഭിക്കും. എന്നാൽ ഉമ്മാന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു പ്രത്യേക സ്നേഹപ്രകടനം ഇത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മമാർക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ, പ്രത്യേകിച്ച് ചില കുടുംബങ്ങളിൽ ഉപ്പ മരണപ്പെട്ട പുരുഷന്മാരുണ്ടാവും. അതായത് ഭർത്താവ് മരണപ്പെട്ട ഉമ്മ പുരുഷന്റെ, അപ്പോ ഈ പുരുഷൻ ഭാര്യനോട് ഇത് കാണിക്കുമ്പോ തന്റെ ഭർത്താവ് മരണപ്പെടുകയും കൂടി ചെയ്ത ഒരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയുടെ മനസ്സിൽ വളരെ വലിയ വിഷമം ഉണ്ടാക്കും. വളരെ വലിയ വിഷമം ഉണ്ടാക്കും. അത് പെണ്ണുങ്ങളുടെ ഒരു മനോഭാവമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. പെണ്ണ് വളഞ്ഞ ഭാര്യയിൽ പറഞ്ഞ ഭാര്യ മാത്രമല്ല, ഉമ്മയും മോളും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോ ഭർത്താവ് കൂടി ഇല്ല എങ്കിൽ അവരുടെ മനസ്സിൽ താകെയുള്ളൊരു മകനാണ്, വല്ലാത്തൊരു അകൽച്ച, വല്ലാത്തൊരു വിഷമം ആ ഉമ്മാന്റെ കൽബിൽ ഉണ്ടാക്കും. അതുകൊണ്ട് ഉമ്മാന്റെ മുമ്പിൽ വെച്ച് അത് ഒഴിവാക്കി അവരുടെ സ്വഭാവം എന്താണോ, അവരുടെ രീതി എന്താണോ അത് മനസ്സിലാക്കുക. രണ്ടാമത്തേത്, ഈ ഹക്ക് കൃത്യമായി കൊണ്ടുപോകാൻ ഇൻസാഫു സൗജ്, തന്റെ ഭാര്യയെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതായത് തന്റെ ഭാര്യയെ കുറിച്ച് കേൾക്കുന്നതെല്ലാം അതുപോലെ വിശ്വസിക്കാതെ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിക്കാനും മനസ്സിലാക്കാനും അത് ബോധ്യപ്പെട്ട ഒരു ഹസ്നുവ്വന്, ഭാര്യയുടെ മേലെ നല്ലൊരു ചിന്ത വെച്ചിട്ട് അന്വേഷിക്കുക. ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ഭർത്താവ് മരണപ്പെട്ട കൂടി ഉമ്മമാരാണെങ്കിൽ ഭാര്യനെ കുട്ടികൾ ഒരുപാട് കുറ്റങ്ങളായിരിക്കും മകനോട് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോ ഒരു സത്യം ഉണ്ടാവില്ല, അവരുടെ മനസ്സിലുള്ള വികാരത്തെ അവര് തീർക്കുന്നതായിരിക്കും. അപ്പൊ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേനും ഈ അങ്ങനെ ചെയ്തില്ലേ എന്നുള്ള നിലക്ക് ഇറങ്ങാതെ ഭാര്യയെ കുറിച്ച് അത് എന്താണ് അതിന്റെ സത്യാവസ്ഥ. അധിക കുടുംബ പ്രശ്നങ്ങളെയും അടിസ്ഥാന 2 കാരണം. 1 തെറ്റിദ്ധാരണ, 2 ഊഹം. തെറ്റിദ്ധാരണകളും ഊഹങ്ങളും ഇതായിരിക്കും എല്ലാത്തിനും. 2 ഏകദേശം ഒരേ അർത്ഥമാണ്. സൂബന്നാണ് എല്ലാത്തിന്റെയും കാരണം. അപ്പൊ ഭാര്യനെ കുറിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേനും ഇറങ്ങിത്തിരിക്കാതെ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ
ഭാര്യയെയും മൂന്നാമതായി ശ്രദ്ധിക്കുന്നത്, ഭാര്യയെയും ഉമ്മമാരെ അടുപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ഷേഖ് പറയുന്ന വിഷയം എന്താണ്? ഭാര്യമാരെ കൊണ്ട് ഉമ്മമാർക്ക് ഒരു ഹദിയകൾ നൽകിപ്പിക്കുക. ഒന്നുകിൽ നമ്മൾ വാങ്ങിയിട്ട് അല്ലെങ്കിൽ അവരോട് വാങ്ങി നൽകാൻ പറയുന്ന അവസ്ഥയിൽ അത് വലിയ സന്തോഷം ഉണ്ടാക്കും ഉമ്മമാരുടെ കൽബിൽ. നമ്മുടെ ഭാര്യ ഉമ്മമാർക്ക് ഞാൻ കടയിൽ പോയപ്പോ ഒരു ഡ്രസ് കൊണ്ടു, ഉമ്മ എടുത്തോളൂ, അല്ലെങ്കിൽ ഒരു സാധനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹദിയ നൽകുന്നത് കണ്ടാൽ അവരുടെ മനസ്സിൽ വളരെ വലിയ സന്തോഷം അതുകൊണ്ടുണ്ടാകും. ഈ അവസാനമായിട്ടൊരു കാര്യം കൂടി പറയുന്നത്, ഭാര്യയുമായിട്ട് നമ്മൾ ഈ വിഷയത്തിൽ നല്ലൊരു ധാരണ ഉണ്ടായിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ തന്നെ ഭാര്യനെ പറഞ്ഞ് മനസ്സിലാക്കണം, എന്റെ ഉമ്മ എന്റെ ഉപ്പ എന്നുള്ളത്. നീ അവരോട് ചെയ്യുന്ന പുണ്യവും അവരിൽ നിന്നുണ്ടാവുന്ന എന്തെങ്കിലും ദോഷത്തിൽ ക്ഷമിക്കുകയും ചെയ്യുന്നത് നിന്നോടുള്ള എന്റെ ഇഷ്ടം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. അവരെ ഒരിക്കലും എനിക്ക് ഒഴിവാക്കാൻ പറ്റൂല, എന്റെ ഉമ്മയും ഉപ്പയുമാണ്. അവരോടുള്ള പ്രാധാന്യവും അവരോടുള്ള വിലയും അവരോടുള്ള ഗൗരവവും ഭാര്യനെ പറഞ്ഞ് ആദ്യം തന്നെ മനസ്സിലാക്കി കൊടുക്കണം. നീ അവരുടെ വിഷയത്തിൽ എത്ര ക്ഷമിക്കുന്നുവോ, എത്ര നല്ല രീതിയിലാവുന്നോ, അത്രത്തോളം എന്റെ സ്നേഹം നിനക്കുണ്ടാകുമെന്നുള്ളതും പിന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന പ്രധാന കാര്യമാണ്, ഒരു കാലത്ത് ഒരു ദിവസം നീയും അതുപോലെ ഒരു ഉമ്മയാകും. നിനക്കൊരു മകനുണ്ടായാൽ ആ മകന്റെ ഭാര്യയോട് നീ എങ്ങനെ നിൽക്കണം, അവൾ എങ്ങനെ നിന്നോട് നിൽക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഇന്ന് നീ നിൽക്കണം എന്നുള്ളതും, റിഫ്ഖ് എല്ലാത്തിലും കാരുണ്യവും ദയവും കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ കാര്യങ്ങൾ നമ്മുടെ ഉമ്മയുടെയും ഭാര്യയും ഇടയിൽ നല്ലൊരു സ്വഭാവം ഉണ്ടാക്കാൻ ഇത് കാരണമാകും. പറഞ്ഞു വന്നത്, ഭാര്യയെയും നമ്മുടെ മാതാപിതാക്കളും തമ്മിൽ ഉണ്ടാവേണ്ട നല്ലൊരു ബന്ധത്തെ നാം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ നാം പറഞ്ഞു. മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് ഭാര്യയോട് അമിതമായ ഒരു സ്നേഹം കാണിക്കുന്ന, അതിന്റെ പ്രകടനങ്ങൾ കാണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് പറഞ്ഞു, പിന്നെ ഭാര്യയെ കുറിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്കും ഭാര്യയോടുള്ള ഹക്കുണ്ട്, മാതാപിതാക്കളോട് ഹക്കുണ്ട്, ഭാര്യയോട് ഹക്കുണ്ട്. എന്തെങ്കിലും മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഭാര്യയെ പറ്റി പറയുമ്പോഴേക്കും എടുത്തു ചാടാതെ ആ വിഷയങ്ങളെ അത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തി നല്ലൊരു ചിന്ത ഭാര്യയുമായി വെച്ചിട്ട് അന്വേഷിച്ചിട്ട് അതിനെക്കുറിച്ച് തീരുമാനത്തിലെത്തുക. മൂന്നാമത്തേത്, പിന്നെ ഈ പരസ്പര സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഭാര്യയെ കൊണ്ട് സമ്മാനം നൽകിപ്പിച്ചും അതുപോലെ ഹദിയകൾ നൽകിയിട്ടും അതുപോലെ നമ്മൾ പരിശ്രമിച്ച് അവർ തമ്മിലൊരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ അവസാനമായി പറഞ്ഞത്, ഭാര്യയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഭാര്യയുമായിട്ട് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉണ്ടാവും. അതായത് പറഞ്ഞു കൊടുക്കണം, എനിക്ക് എന്തൊക്കെ വന്നാലും എന്റെ മാതാപിതാക്കളെ ഒഴിവാക്കാൻ പറ്റൂല. അതവർക്ക് വലിയ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കും. ചിലപ്പോൾ ഗൗരവത്തിലായിരിക്കാം, ചിലപ്പോൾ സ്നേഹത്തിലായിരിക്കാം. ഓരോ അവസ്ഥക്കനുസരിച്ച് ആ അവസ്ഥയിൽ പറഞ്ഞു കൊടുക്കണം. ആദ്യം തന്നെ ഇതിൽ പറഞ്ഞു കൊടുക്കണം എന്നല്ല, നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അവർ മനസ്സിലാക്കും. കാരണം ഞാൻ അവരിൽ നിന്ന് വന്നതാണ്, അവരോടുള്ള കടമ. അവരോട് നീ എങ്ങനെ നിൽക്കുന്നു അത് നിന്നോടുള്ള എന്റെ സ്നേഹം വർദ്ധിപ്പിക്കും എന്നുള്ള നിലക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇത് വളരെയധികം ജീവിതത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ, അതിൽ നാം അവസാനം പറഞ്ഞ കാര്യമാണ്, ഒരു ദിവസം, അത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അവർക്ക് ചിന്തിക്കാൻ വളരെ സഹായകമാകും. ഒരു ദിവസം നീയൊരു പിന്നെ ഉമ്മയാകുന്ന ഒരു അവസ്ഥ നിന്റെ ജീവിതത്തിൽ വരും. നിനക്ക് ഇതുപോലൊരു സ്ഥാനത്ത് എത്തേണ്ടി വരും. അന്ന് നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിന്നിൽ നിന്ന് ഉണ്ടാവട്ടെ എന്നുള്ള നിലക്ക് അവർക്ക് പറഞ്ഞു കൊടുത്താൽ വലിയ ഉപകാരം ഉണ്ടാവും. അപ്പൊ ഇൻഷാ അല്ലാഹ് 2 വിഷയങ്ങൾ ഇന്ന് നമ്മൾ പറഞ്ഞ്, ഇനി ഒരുപാട് പിന്നെ വിഷയങ്ങൾ വരുന്നുണ്ട്. നമ്മളിന്നൊരു ആമുഖം പറഞ്ഞുകൊണ്ടാണ് വല്ലാതധികം പറയാൻ പറ്റാതിരുന്നത്. ഒന്ന്, മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നതിൽ കുറവ് വരിക എന്നുള്ളത് അബദ്ധങ്ങളാണ് പറയുന്നത്. 2, ഭാര്യയെയും മാതാപിതാക്കളിൽ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കുന്നതിനോട് താല്പര്യം ഉണ്ടാവാതിരിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് മൂന്നാമത്തേത്, അശ്ശക്ക് ഫീ സൗജത്തി വസൂഉദ്ദന്നി ബിഹാ, ഭാര്യനെ കുറിച്ച് എപ്പോഴും സംശയവും ഭാര്യയെക്കുറിച്ച് മോശയും ചിന്തയും വെച്ച് പുലർത്തുന്ന അവസ്ഥ. ഒരുപാട് ആളുകൾ ഈ ഒരു രോഗം ബാധിച്ചതായിട്ട് നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ അടുത്ത പിന്നെ സംസാരത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അങ്ങനെ വളരെ മനോഹരമായ അള്ളാഹുവിന്റെ അടുക്കൽ ഇണകളായി തന്നെ ഒരുമിച്ച് നാളെ പരലോകത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ദാമ്പത്യ ജീവിതവും നല്ലൊരു കുടുംബ ജീവിതവും നാം ഓരോരുത്തർക്കും അല്ലാഹു തആല നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.